ഹായ് ഫ്രണ്ട്സ്, രസ്ന ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ഫ്രോക്ക് മോഡൽ കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. അതിനായിട്ട് ഇവിടെ കോട്ടൺ ഫാബ്രിക് 2 മീറ്റർ കോട്ടൺ ഫാബ്രിക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 3 മീറ്ററെങ്കിലും എടുക്കാൻ നോക്കുക. അപ്പോൾ നല്ല ഫ്രിൽസോട് കൂടിയും ലെങ്ത്തോട് കൂടിയും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ കിട്ടും. എനിക്കിത് ഓണത്തിന് അമ്മ ഗിഫ്റ്റ് തന്നതാണ്. ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ യോക്ക് പോർഷൻ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അതിനായിട്ട് ക്ലോത്ത് 4ആയിട്ട് മടക്കി കൊടുക്കാം. എന്നിട്ട് ഒരു 15 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് കട്ട് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് തന്നെ 15 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് അതിലാണ് നമ്മൾ ഈ കൈക്കുഴിയും നെക്കും ഒക്കെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഫസ്റ്റ് തന്നെ ഷോൾഡറിൻ്റെ വിഡ്ത്ത് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡറിൻ്റെ ലെങ്ത്ത് 7 ഇഞ്ച്. ചെസ്റ്റിൻ്റെ അവിടെ ഒരു 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റിൻ്റെ അവിടെ ഒരു 8.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ജോയിൻ ചെയ്തിട്ട് നമ്മൾക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. താഴെ ഭാഗത്ത് ഫ്രിൽസൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ 3 മീറ്റർ എടുത്താൽ നല്ല ഫ്രിൽസ് കിട്ടും. ചെറുതായിട്ട് ഇട്ട് കൊടുത്താൽ നല്ല ഫ്രിൽസിൽ കിടക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഇനി നമ്മൾക്ക് കൈക്കുഴീൻ്റെ ഇവിടെ ഒരു 1/4 ഇഞ്ച് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് അത് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ബാക്ക് ഫ്രണ്ട് അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് ഞാനിതിൽ മാർക്ക് ചെയ്യുന്നൊന്ന് ജസ്റ്റ് കാണിക്കാം. പക്ഷേ കട്ട് ചെയ്യുന്നില്ല. കട്ട് ചെയ്യുന്നത് ലൈനിങ്ങിലാണ് കേട്ടോ. ലൈനിങ്ങിൽ കട്ട് ചെയ്തിട്ട് അത് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 3 ഇഞ്ച് വിഡ്ത്തും 5.5 ഇഞ്ച് ലെങ്ത്തിലുമാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അങ്ങനെ റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുക്കാം. ഇനി നമ്മൾക്ക് സ്ലീവിൻ്റെ അവിടെ സ്ലീവ് എനിക്ക് തുണി തികയാത്തതുകൊണ്ട് ഞാൻ വേറെ പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഞാൻ മാർക്ക് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഇനി നമ്മൾക്ക് ടോപ്പ് പോർഷനും സ്കേർട്ടിൻ്റെ ഫ്രില്ലിടുന്ന ആ പോർഷനും ഇങ്ങനെ വെക്കുമ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത്. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് എനിക്ക് 36 ഇഞ്ച് മാത്രമേ കിട്ടുന്നുള്ളൂ. ഒരു 42 ഇഞ്ചൊക്കെ കിട്ടുമ്പോൾ കുറച്ച് ലെങ്ത്തിൽ കിടക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ എനിക്ക് തുണി തികയാത്തതുകൊണ്ടാണ് ഇങ്ങനെ. ഇനി ആ ഫോൾഡ് ചെയ്തിട്ടുള്ള ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഫ്രിൽസ് ഇട്ട് കൊടുക്കാനായിട്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ലൈനിങ്ങിൽ വെച്ച് കട്ട് ചെയ്യാം. അതിനായിട്ട് ലൈനിങ് ഇവിടെ 4ആയിട്ട് മടക്കി കൊടുക്കാം. എന്നിട്ട് ടോപ്പ് പോർഷൻ ബാക്കും ഫ്രണ്ടും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് ഫ്രിൽസിൻ്റെ അവിടെ വരുന്ന ഭാഗമാണ്. ഫ്രിൽസിന് നമുക്ക് ലൈനിങ് വെക്കണമെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. നമുക്കിനി നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 3 ഇഞ്ച് വിഡ്ത്തും 5.5 ഇഞ്ച് ലെങ്ത്തിലുമാണ് ഞാൻ ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യുന്നത്. ബാക്ക് നെക്കിൽ ഞാൻ ഇറക്കം ഒരു 6 ഇഞ്ച് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത്, സ്ക്വയറിലാണോ വേണമെങ്കിൽ സ്ക്വയറിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ റൗണ്ട് നെക്കാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. അതായത് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തിന് മുകളിലായിട്ടാണ് ഈ ലൈനിങ് ക്ലോത്ത് വെക്കേണ്ടത്. എന്നിട്ട് പിൻ ചെയ്തിട്ട് നെക്ക് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ലൈനിങ് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ബിഗിനേഴ്സിനൊക്കെ ഇങ്ങനെ അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ചെറിയ കട്ടിങ് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ലൈനിങ് മറിച്ചിട്ട് കൊടുക്കാം.
ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത്. ഫ്രണ്ടും ബാക്കും ഇതുപോലെ ചെയ്തെടുക്കാം. ബാക്ക് സൈഡ് നമ്മളിതുപോലെ നല്ല ക്ലോത്തിന് മുകളിലായിട്ട് ലൈനിങ് വെച്ച് പിൻ ചെയ്തിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ബാക്കി വരുന്ന ക്ലോത്തൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊരു കട്ടിങ് കൊടുക്കാം. എന്നിട്ട് ലൈനിങ് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി വരുന്ന ക്ലോത്തൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ടോപ്പ് പോർഷൻ, ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് സ്ലീവിലേക്ക് കിടക്കാം. ഷോൾഡർ ജോയിൻ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ, അതായത് രണ്ട് ക്ലോത്തിന് നല്ല വശം വരുന്ന ഒരുമിച്ച് വെക്കാം. അതായത് ബാക്ക് പോർഷൻ്റെതും ഫ്രണ്ട് പോർഷൻ്റെയും നല്ല ഭാഗം ഒരുമിച്ച് വെച്ചിട്ട് ലൈനിങ് അപ്പുറത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് സൈഡും ഇതുപോലെ ചെയ്തെടുക്കാം. നല്ല നീറ്റായിട്ട് തന്നെ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ രണ്ട് സൈഡും ഇതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സ്ലീവിൻ്റെ അവിടെ ഞാൻ പറഞ്ഞില്ലേ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ടെന്ന്, തുണി തികയാത്തതുകൊണ്ട് വേറെ ക്ലോത്ത് വെച്ചിട്ട് ജോയിൻ എടുത്തതാണിത്. അപ്പം എനിക്കിവിടെ സ്ലീവിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 10 ഇഞ്ച് മാത്രമേ വരുന്നുള്ളൂ. 13 ഇഞ്ചെങ്കിലും വേണം. അപ്പം ബാക്കി ഒരു 4 ഇഞ്ച് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യാണ് ചെയ്യുന്നത് താഴെ ഭാഗത്ത്. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മുകളിൽ നിന്ന് ഒരു ലൈൻ വരച്ച് കൊടുക്കാം നേരെ. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതായത് 3 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ വിട്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ 3 ഇഞ്ച് ഫ്രിൽസ് ഇട്ട് കൊടുക്കാനായിട്ടാണ് സ്ലീവിൽ. അപ്പോൾ ആ 3 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ ഈ സ്ലീവിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. ഒരു 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് ഒരു 3 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. താഴെ ഭാഗത്തും അതേപോലെ ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അത് വിട്ടിട്ടാണ് നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ താഴെ ഭാഗത്ത് ഒരു 10 ഇഞ്ചിൽ വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഫസ്റ്റ് 3 ഇഞ്ച് മാർക്ക് ചെയ്യാം ഫ്രിൽസ് ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ആ 3 ഇഞ്ചിൽ നിന്ന് അപ്പുറത്തേക്കൊരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. അതിന് മുൻപേ ആയിട്ട് സ്ലീവിൻ്റെ താഴെ ഭാഗം വെക്കുന്ന ആ ഒരു പടി ഉണ്ടല്ലോ, അത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനിവിടെ 4 ഇഞ്ച് വീതിയും നീളം 7 ഇഞ്ചിലും ഒരു ക്ലോത്ത് എടുത്തിട്ട് അതിന് ലൈനിങ് വെക്കുന്നുണ്ട്. അതിൻ്റെ ആ ക്ലോത്തിന് നല്ല വശത്തേക്ക് ലൈനിങ് വെച്ചടിച്ചിട്ട് മോശം വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് ഷോൾഡറിൻ്റെ അവിടെ വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് നമുക്ക് ഫ്രിൽസ് ഇട്ട് കൊടുക്കാം. 3 ഇഞ്ച് നമ്മൾ വിട്ടില്ലേ, അതുവരെ 3 ഇഞ്ച് വരെ നമ്മൾ ഫ്രിൽസ് ഇട്ട് കൊടുക്കാം. ചെറിയ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാം. അതേപോലെ അതിൻ്റെ താഴെ ഭാഗത്തും ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത്. താഴെ ഭാഗത്തും ഫ്രിൽസ് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ആ പടി വെച്ച് കൊടുക്കുന്നത്. രണ്ട് ക്ലോത്തും ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ പടി വെച്ച് കൊടുക്കാം. അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 2 സ്ലീവ് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ലൈനിങ്ങിന് ഫ്രിൽസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേസ്റ്റിൻ്റെ അവിടെ വരുന്ന
ഫ്രിൽസിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ അതിന് വെക്കാനുള്ള ലൈനിങ്. എന്നിട്ട് ആ ലൈനിങ് മെയിൻ ക്ലോത്തിനും ഫ്രിൽസ് ഇട്ട് കൊടുത്തതിന് ശേഷം ലൈനിങ് മെയിൻ ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ടോപ്പുമായിട്ട് അത് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അവരവരുടെ അളവ് അനുസരിച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി നല്ലൊരു വീഡിയോസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇതിൽ ഞാൻ ചെറുതായിട്ടൊരു ഹാൻഡ് വർക്കൊക്കെ ബീഡ് വർക്ക് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ശരി, എന്നാൽ ഓക്കെ, ബൈ.